ഗായ്സ്, കണ്ണൂർ ട്രക്ക് കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ കുറേ കാലം ഒരു 2 മാസത്തിനടുത്ത് നമ്മൾ PR-ൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ട് PR അപ്രൂവ് ആയതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു ഇൻ കാനഡ നമ്മൾ ഓടിയായിരുന്നു ഒരു 2 മാസം 2.5 മാസത്തിനടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് US കയറിയ ആദ്യത്തെ ട്രിപ്പാണ്. പക്ഷേ ഇത് ഞാൻ കമ്പനിയിൽ നിന്ന് തുടങ്ങിയില്ല, കാരണം ഇന്നലെ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു ട്രിപ്പ് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കമ്പനി വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി, പിന്നെ 2 ഡെലിവറി ആയി. അതിൻ്റെ ഒരു ഡെലിവറി ഇന്ന് രാവിലെ ആയിരുന്നു, പക്ഷേ നമ്മൾ ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോയി ഡെലിവറി ചെയ്തു. വന്നിട്ട് നമുക്കുള്ള ഈ ആഴ്ചത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വിന്നിപ്പെഗിലോട്ടുള്ളതാണ്. ഇപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ വിന്നിപ്പെഗിൻ്റെ ലോഡ് US നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാനഡയിൽ നിന്ന് US കൊണ്ടായിരുന്ന ലോഡിലായിരുന്നു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ പിന്നെ ആദ്യത്തെ നമ്മുടെ കിട്ടിയ ട്രിപ്പിൽ 2 ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഡെലിവറി ഞാൻ മാക്സിമം ഇന്നലെ തന്നെ തീർത്തു. എന്നിട്ട് നമ്മൾ ടുവാർഡ്സ് കൊമാൻസുവിലോട്ട് പോവാണ് പിക്ക് ചെയ്യാൻ വേണ്ടി. റിപ്ലി ടെന്നസിയിലുള്ള. അപ്പം നമ്മൾ ഓൺ ദ വേ ഒരു മരാത്തോൺ എന്ന് പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പിൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തു. അപ്പം ഇന്നലെ നമ്മൾ ഏകദേശം ഇവിടുത്തെ സമയം 1 മണിയെങ്ങാണ്ടായപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തു. അപ്പം കാനഡയിലെ സമയം എനിക്ക് തോന്നുന്നത് 2 മണിയെങ്ങാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരം 6 മണിക്ക് ലോഡ് റെഡി ആവുള്ളൂ. ഇവിടുന്ന് ആകെ 3.5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പം നമ്മൾ ഓൾറെഡി കർട്ടനും കാര്യങ്ങളൊക്കെ അടച്ച് പൊസിഷനിൽ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പം നന്നായിട്ട് കടന്നുറങ്ങി. 2-3 ദിവസമായിട്ട് നമ്മുടെ ഉറക്കമൊന്നും ശരിയാവുന്നില്ലായിരുന്നു. ഇന്നലെ ആണെങ്കിലും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു രാത്രിയിൽ. അങ്ങനെ അപ്പോൾ നമ്മൾ എണീറ്റു, ഫ്രഷായി. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിലർ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ നമുക്ക് അതിനു മുമ്പേ നമുക്കൊന്ന് എന്തെങ്കിലും ചായ വല്ലതും ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല കോഫി മെഷീനും കാര്യങ്ങളൊന്നും വലിയൊരു സുഖമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്ത് എന്തായാലും നമ്മുടെ അടുത്ത് മറ്റേ വാട്ടർ ഹീറ്റർ ഇരിപ്പുണ്ട്. നമുക്ക് നല്ല നാടൻ കാപ്പിപ്പൊടി ഇരിപ്പുണ്ട്, നമുക്ക് കടയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കാപ്പി ആക്കി. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കേരള കടയിൽ പ്ലം കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ അങ്ങ് തുടങ്ങാം. നമ്മളങ്ങനെ നമ്മുടെ കാപ്പിക്കുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ പുതിയ നമ്മുടെ കെറ്റിൽ മേടിച്ചു വന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒന്നും കൂടെ കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ പുതിയ കെറ്റിൽ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, LED ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ആമസോണിൽ നമുക്ക് പ്രൈം മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് വെക്കും. അപ്പം പിന്നെ നമുക്ക് എന്തെങ്കിലും ഓഫറും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അങ്ങനെ നല്ലൊരു ഓഫർ ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ നമ്മൾ മേടിച്ചതാണ്. അപ്പം വെള്ളം അങ്ങനെ ചൂടാവട്ടെ. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കപ്പിൻ്റെ അകത്ത് ഇട്ട് സെറ്റാക്കി വെക്കാം. നമുക്ക് കേക്കും എടുത്ത് കട്ട് ചെയ്യാം. അങ്ങനെ അപ്പം നമ്മുടെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പി, നല്ല നാടൻ കാപ്പി, പിന്നെ നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒരു 1-2 പീസ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോയി ട്രെയിലർ ക്ലീൻ ആക്കണം. അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ട്രെയിലറിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻസ്പെക്ഷന് ഒരു 2 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. അപ്പം നമ്മളിവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മരാത്തോൺ എന്ന് പറഞ്ഞ ഒരു ട്രക്ക് സ്റ്റോപ്പിലാണ് കടന്നത്. ഇതൊരു ലോക്കൽ ട്രക്ക് സ്റ്റോപ്പാണ്. ഇത് ഇന്ത്യക്കാരുടെയാണ്, പഞ്ചാബികളോ ഗുജറാത്തികളോ എങ്ങാണ്ടാണ്. വലിയ ട്രക്ക് സ്റ്റോപ്പൊന്നുമല്ല, ചെറിയൊരു പമ്പാണ്. ഇത് കാണാൻ പറ്റും. അപ്പോൾ സംഭവം ഒരു ലോക്കൽ സാധനമാണ്. അതുകൊണ്ടാണ് എനിക്ക് ലോക്കൽ സ്ഥലത്തൊന്നും വന്ന് കിടക്കാൻ വലിയ താല്പര്യമില്ലാത്തത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അകത്ത് വലിയ വൃത്തിയും കാര്യമൊന്നുമില്ല. ബാത്റൂമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമില്ലായ്മയാണ് മൊത്തത്തിൽ. അപ്പം അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് എനിക്ക് പരിചയമുള്ളൂ. അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ കാരണം ഇത്രയെങ്കിലും നമ്മൾ ഇന്ന് ഓടിയില്ലെങ്കിൽ നമുക്കിന്ന് ലോഡ് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഓടാൻ സമയം കിട്ടിയല്ലോ അധികം. അതുകൊണ്ട് മാക്സിമം ഓടുമായിരുന്നു അപ്പം ഇതിൻ്റെ ട്രക്ക് പാർക്കിംഗ് എന്ന് പറയുന്ന ഇതാണ് വരുന്നത്.
മൊത്തം വലിയ ഹോളും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും രാത്രി വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടും. നമ്മുടെ ട്രക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അതിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ ഈ ഹോളിൽ കൂടെയൊക്കെ ചാടുമ്പോഴത്തെ ഞാൻ വിചാരിച്ചു അടി തട്ടിയത് ഇന്നലെ രാത്രി വന്ന സമയത്ത്. എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഓക്കെയാണ്. നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. നമുക്കിനി പോകുന്ന വഴിക്ക് ലൗസിൽ നിന്ന് എണ്ണ അടിക്കണം. എന്നിട്ട് വേണം നമുക്ക് പിക്കപ്പിന് പോകാൻ വേണ്ടി. അതാകുമ്പോൾ പിന്നെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അടിച്ചും വിട്ടങ്ങ് പോയാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരു 1.5 മണിക്കൂർ ഓടി. നമ്മളൊരു ലൗസിൽ കയറി എണ്ണ അടിക്കാൻ വേണ്ടി. അപ്പോൾ എണ്ണ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടുത്തെ ബാത്റൂമൊന്നും വലിയ സുഖമില്ലായിരുന്നു. അപ്പോൾ ഒന്ന് വയറൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ നേരെ ആ ലൗസിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടു. അതല്ല, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ നേരെ പോയി ബാത്റൂമിലെല്ലാം പോയി ഫ്രഷായി ബില്ലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 2 മണിക്കൂർ. അപ്പം ഈ ഏരിയയിൽ കുറച്ച് ലൗസിൻ്റെ എണ്ണം കുറവാണ്. അതാണ് നമ്മൾ നേരത്തെ അങ്ങ് എണ്ണ അടിച്ച് വെച്ചത്. അതാകുമ്പോൾ പിന്നെ ലോഡ് പിക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എണ്ണ അടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പോയാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലൗസാണ് കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പമ്പും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. കുറച്ച് പാർക്കിംഗ് ഇവിടെയുണ്ട്, കുറച്ചല്ല അധികം പാർക്കിംഗ് ഇവിടെയുണ്ട്. പിന്നെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഇങ്ങോട്ടൊരു ചെറിയ പാർക്കിംഗ് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒന്ന് ആദ്യം വെക്കുകയല്ല, എല്ലാവരും അവസാനം വരുന്നവർ ഇവിടെ പാർക്ക് ചെയ്യുള്ളൂ. അപ്പം അവിടെയൊക്കെ ഫുള്ളായതിനു ശേഷം ഇങ്ങോട്ട് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ ഇപ്പോൾ കുറച്ച് പാർക്കിംഗ് ഉണ്ട്. നമ്മളെപ്പോലെ കുറച്ച് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, കുറച്ച് വണ്ടികൾ ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 10-20 വണ്ടി ഇവിടെ ഇടാന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയുള്ള പാർക്കിംഗ് അവിടെ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ അടിച്ചുമുട്ട് പോവാം. നേരെ പോകുന്നു, ലോഡ് പിക്ക് ചെയ്യുന്നു. അവിടുന്ന് ഒരു 4-4.5 മണിക്കൂർ 5 മണിക്കൂർ ഓടുന്നു. നമ്മളെപ്പോഴും കിടക്കുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പിൽ നിർത്തുന്നു. ഇന്ന് അവിടെ കടന്നിറങ്ങുന്നു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ സമയമില്ല. നമുക്ക് ഇന്ന് കുറച്ച് ഓടിയില്ലെങ്കിലും നമ്മൾ മറ്റന്നാൾ ഡെലിവറി സമയത്ത് അവിടെ എത്തിയല്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഡ്രോൺ ഷോട്ട് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഒരു ദിവസമാവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ 2ാമത്തെ ദിവസത്തെ നമ്മുടെ ഓട്ടം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി നമ്മളിന്ന് നേരത്തെ അവിടുന്ന് പോരുന്ന വഴിക്ക് ആ വീഡിയോ പിടിച്ചല്ലാണ്ട് പിന്നെ അവിടെ വന്നിട്ട് പിടിക്കാൻ വേണ്ടി അധികം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. കാരണം അവിടെ വന്നപ്പോഴത്തെ ഓൾറെഡി ഇരുട്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളവിടെ നിന്ന് ഡബിൾ ഡ്രോപ്പാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കൊണ്ടുവന്ന MT ട്രെയിലർ അവിടെ നമ്മൾ പുറത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് അകത്ത് പോയി നമ്മൾ ലോഡർ ട്രെയിലർ എടുത്ത് ഡോക്കിൽ നിന്ന് പുറത്ത് എടുത്തുകൊണ്ട് വന്ന് അത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ അവസാനം നമ്മൾ കൊണ്ടുവന്ന MT ട്രെയിലർ പിന്നെയും ഹുക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചവിടെ ഡോക്കിൽ കൊണ്ടായിടണം. അപ്പം അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഓൾറെഡി ഇരുട്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും കാണുമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും പിടിക്കാൻ വേണ്ടി നിന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിലർ ഹുക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ അടിച്ചുമിട്ട് അവിടെ നിന്ന് പോന്നു. ഒരു 4-5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ സാധാരണ അധികം സമയം ഉണ്ടെങ്കിൽ ഓടി വന്ന് കിടക്കുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പുണ്ട്, ഒരു ലോക്കൽ ട്രക്ക് സ്റ്റോപ്പാണ്. ഫസ്റ്റ് ലൈനോ അങ്ങനെ എന്താ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എത്തി. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, അവിടെ കയറ്റി വണ്ടി പാർക്ക് ചെയ്തു. എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടക്കാം. എന്നിട്ട് നമുക്ക് നാളെ ഇവിടുന്ന് നമ്മളിവിടുന്ന് ലൗസ് ഇവിടുന്ന് ഒരു 6.5 മണിക്കൂർ ദൂരെയുള്ള ലൗസിൽ പോയി കിടക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് സാധാരണ നമ്മൾ പോകുമ്പോൾ 2ാമത്തെ ദിവസം കിടക്കുന്നത്. അവിടെ കിടക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസമാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഇന്നലെ ആണെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ കടന്നപ്പം തന്നെ കുറച്ച് ലേറ്റും ആയിരുന്നു. പിന്നെ
അതിൻ്റെ തലേദിവസം നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് നല്ല ഉറക്ക ക്ഷീണമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. നമ്മൾ വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്ത് കട്ടിലെ കടന്നപ്പോഴേക്കും തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഇന്നലെ രാത്രി ഒന്നും പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കൽ നടന്നില്ല. അപ്പോൾ ഇന്നാണെങ്കിലും രാവിലെ നമ്മൾ കേക്കൊക്കെ അല്ലേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അധികമൊന്നും കഴിച്ചൊന്നുമില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു കേക്കും കാപ്പിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അത് കഴിഞ്ഞിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ പിന്നെ രാത്രി എന്തായാലും മര്യാദയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നമ്മൾ മട്ടേരി ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതും കുറച്ച് കറികളും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ചധികം കറികളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. കുറച്ച് മട്ടേരി ചോറ്, പിന്നെ നമ്മുടെ അയലക്കറി, പിന്നെ നമ്മുടെ മത്തങ്ങയും പയറും കൂടെയുള്ള കറി, പിന്നെ കാബേജ് തോരൻ, പിന്നെ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ, പിന്നെ നമ്മുടെ ഉണക്ക നങ്ക് വറുത്തത് നമുക്ക് റെഡി ആയിട്ട് മേടിക്കാൻ കിട്ടും. അത് അപ്പോൾ അങ്ങനെ ഒരു 5-6 കൂട്ടം കറി കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിക്കണം, എന്നിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങണം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മുടെ 3ാമത്തെ ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഈ വഴിക്ക് വരുമ്പോൾ കിടക്കുന്ന ഒരു ലോക്കൽ ട്രക്ക് സ്റ്റോപ്പിലാണ് കിടന്നത്. അപ്പം രാവിലെ ആയപ്പോഴത്തെ എല്ലാവരും പോയി. ഇപ്പം നമ്മളും കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. രാവിലെ പോയി നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടുന്ന്. നമ്മൾ തൽക്കാലം കുറച്ച് ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുടിക്കാൻ. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇനി ഓൺ ദ വേ കാണാം. ഇനി ഇവിടുന്നൊരു 6-6.5 മണിക്കൂറാണ് നമുക്ക് കിടക്കുന്ന ലൗസിലോട്ടുള്ളത്. അവിടെ പോയി കിടക്കണം. എന്നിട്ട് നാളെ ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തും. അപ്പം ഇതാണ് ആ പമ്പ്. അപ്പം ഇന്നിപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം കൊള്ളാം കേട്ടോ. രാത്രി ചെറിയ 2 ബാത്റൂമൊക്കെ ഉള്ളെങ്കിലും, അല്ല ആണുങ്ങൾക്കൊക്കെ 2 ബാത്റൂമൊക്കെ ഉള്ളെങ്കിലും എല്ലാം നല്ല ക്ലീനാണ് സാധനം. വലിയ തിരക്കും ഇല്ലാത്ത സ്ഥലമാണ്. രാത്രി വന്നാലും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്ക് വൈകുന്നേരം നേരത്തെ നിർത്തേണ്ടതാണ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഓടി നമ്മൾ റെസ്റ്റ് ഏരിയ വന്നു, ഫ്രഷായി. നമ്മൾ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ പുറത്ത് നമ്മുടെ വണ്ടിയുടെ സൈഡിലത്തെ ഒരു ചിറക് പോലെ ഒരു സാധനമുണ്ട്. അതിൻ്റെ സ്ക്രൂ മൊത്തം പോയിരിക്കുന്നു. അതിങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. അത് എന്താ പറ്റിയെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാറ്റ് കൊണ്ട് വല്ല ഇതായി പോയതാണോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും അത് തിരിച്ച് വെച്ചിട്ട് നമ്മുടെ അടുത്ത് കേബിൾ സീലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് കേബിൾ സീൽ വെച്ചൊന്ന് ലോക്ക് ചെയ്തു. അതിന് ശേഷം നമ്മുടെ കേബിൾ ടൈ ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ട് ഞാൻ ഫുള്ള് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇനി വണ്ടി ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നല്ല കാറ്റാണ്. വണ്ടി ഇങ്ങനെ കിടന്ന് മൊത്തത്തിൽ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല നല്ല തണുപ്പാണ്. ഞാൻ മറ്റേ ജാക്കറ്റൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് കൈയൊക്കെ ആണെങ്കിൽ അങ്ങ് ഫ്രീസ് ആവുകയാണ്. തണുപ്പ് പയ്യെ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബ്രേക്കിന് മുമ്പ് നമ്മൾ കിടക്കാനുള്ള ലൗസിലെത്തണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ പിടിച്ചതിന് ശേഷം ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ
നമ്മൾ എപ്പോഴും കിടക്കുന്ന ലൗസിലെത്തി, ആൽപ്പള്ളിയിലെ ലൗസിലെത്തി. വൈകുന്നേരം ഒരു 5:45 6 മണി ആകുമ്പോൾ എത്തണം. എണ്ണ അടിച്ച് പാർക്കിംഗ് കൊണ്ടായിട്ട് നമുക്ക് പാർക്കിംഗ് ഒക്കെ നല്ല എളുപ്പത്തിൽ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 4 മണിയായിരുന്നു നമ്മൾ അലാറം വെച്ചത്. പക്ഷേ 4 മണിക്ക് നമ്മൾ എണീറ്റില്ല. ഞാൻ അവസാനം എണീറ്റ് നോക്കിയപ്പോഴത്തെ 5:15 അല്ല, നമ്മൾ 3 മണിക്കായിരുന്നു അലാറം വെച്ചത്. എന്നിട്ട് നമ്മൾ എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം 4 മണിയായി. 4 മണി 4:15. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷായി ഒരു ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ ചെയ്തു തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഇവിടെ ഇപ്പോൾ 5:15. എത്രയും പെട്ടെന്ന് നമുക്ക് വിടണം. കാരണം ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് മിനിയാപോളിസ്. എന്നിട്ട് നമുക്ക് തിരക്കാവുന്നതിന് മുമ്പ് മിനിയാപോളിസ് ക്രോസ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഒരു 8.5 മണിക്കൂറാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ട്രക്കിൻ്റെ സ്പീഡ് എല്ലാം വെച്ചിട്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും. എന്തായാലും നമുക്ക് പെട്ടെന്നങ്ങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ, ഇന്നിപ്പം ഒരുമാതിരി ആദ്യത്തെ ഒരു മഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ആ മുമ്പിൽ കാണുന്ന ട്രക്കിൻ്റെ മുകളിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും മഞ്ഞിങ്ങനെ പൊടിയായിട്ട് പെയ്തിരിക്കുന്ന വെള്ള കളറിൽ. കുറേ പേരൊക്കെ രാവിലെ തന്നെ എണീറ്റ് പോയി കേട്ടോ. നമ്മുടെ ഇപ്പുറത്തെ ഒരു വണ്ടിയുണ്ട്. നമ്മുടെ ഇപ്പുറത്തെ വണ്ടി ഓൾറെഡി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബോർഡറിൻ്റെ ഏകദേശം അടുത്തെത്തി. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നമല്ല, അപ്പോൾ നമ്മൾ എണ്ണ അടിക്കാൻ കയറ്റി നിർത്തിയാണ്. കാരണം ഇതാണ് ലാസ്റ്റത്തെ ലൗസ്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാനഡ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്രോൾ പാസിൽ നിന്ന് അടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കാർഡ് വെച്ച്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെ നിന്നാണ് ഓട്ടം, എത്ര ദിവസം അവിടെ കിടക്കേണ്ട വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് നമുക്കൊരു 3/4 ടാങ്ക് എണ്ണ ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു, ഡഫും അടിച്ചു ഫുള്ളാക്കി. അപ്പം എല്ലാം സെറ്റായി. ഇനിയിപ്പം ബോർഡർ ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അകത്ത് പോയി ബില്ലും കാര്യങ്ങളൊക്കെ മേടിക്കണം. കൂടുതൽ നമുക്കൊരു 1/2 മണിക്കൂർ ബ്രേക്ക് ഇവിടുന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നേരെ പോയി ബോർഡർ ക്രോസ് ചെയ്യുന്നു,
നേരെ കൊണ്ടായി ലോഡ് ഡെലിവറി ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് നോക്കാം റിട്ടേൺ ലോഡിൻ്റെ കാര്യം. നമുക്കറിയാവുന്ന ഒരു പുള്ളിക്കാരനുണ്ട് നമ്മുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ മിനിങ്ങാന്ന് വന്നതാണ് ഇവിടെ. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴും റിട്ടേൺ ലോഡ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ടാണ്, മിക്കവാറും കിടക്കേണ്ട വരും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം കൊണ്ടായി നമുക്ക് ഡെലിവറി ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് പോയിട്ട് ആദ്യം പോയി റെസിപ്റ്റ് പോയി മേടിച്ചുകൊണ്ട് വരാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പോയി നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നമ്മൾ എണ്ണ അടിച്ചതിൻ്റെ ബില്ല് ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ബില്ല് നീണ്ട് പറഞ്ഞ് നടക്കുന്ന ബില്ലാണ്. അപ്പം ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം ഇനി. അതിന് ശേഷം പിന്നെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാനുള്ള പേപ്പർ വർക്ക് ഓൾറെഡി നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പാസ്പോർട്ടിൻ്റെയും ഇതിൻ്റെ കാര്യമൊന്നുമില്ല. PR കിട്ടിയുള്ള ഒരു ഗുണമാണത്. ജസ്റ്റ് കാർഡ് മാത്രം കാണിച്ച് അകത്തേക്ക് കയറിപ്പോൾ. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് വിടാം. ഇവിടെ നിന്നൊരു 20 മിനിറ്റ് അരമണിക്കൂറാണ് ബോർഡറിലോട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ലൗസ് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ലൗസ് എന്ന് പറയുമ്പോൾ ബോർഡറിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ തിരക്കുണ്ടാവില്ല. ഏത് പാദയാത്ര വന്നാലും ഫുള്ള് പാർക്കിംഗ് കിട്ടും. അപ്പം ഇതാണ് ലൗസിൻ്റെ പാർക്കിങ്. ഫുള്ള് കാര്യമാണ്. ഇതെല്ലാം പാർക്കിങ്ങാണ്. അവിടെ കുറച്ച് വണ്ടികളുണ്ട്. നമ്മുടെ ഇപ്പുറത്ത് വണ്ടികൾ കുറവാണ്. അങ്ങനെ മൊത്തത്തിൽ വണ്ടികളൊക്കെ ഇവിടെ മൊത്തം കുറവാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് വിടാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി, വാനിറ്റോണിയനിൽ. അപ്പം നമ്മുടെ പേപ്പറെല്ലാം കൊടുത്തു, POD ഒക്കെ കിട്ടി നമുക്ക്. അപ്പം നമ്മുടെ ട്രെയിലർ അവരുടെ യാർഡിൽ ഡ്രോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ട്രെയിലർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ മോറിസിൻ്റെ ട്രെയിലറുണ്ട്. നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഇത് അവരുടെ ഡ്രോപ്പ് യാർഡാണ്. MT ട്രെയിലറൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു ട്രെയിലർ ഹുക്ക് ചെയ്തു. അപ്പം ഇത് അടുത്തൊരു പണിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം നമ്മൾ കമ്പനി വിളിച്ചു ചോദിച്ചപ്പം അവർ ഒരു ലോഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്, വിസ്കോൺസിനിൽ നിന്ന്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരനും അതേ ലോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ചയാണ് പിക്കപ്പ് വരുന്നത്. പുള്ളിക്കാരൻ 2 ദിവസം മുമ്പ് വന്നതാണ്. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച പിക്കപ്പ് ആണെങ്കിൽ മിക്കവാറും ഇന്ന് വന്ന എനിക്കും തിങ്കളാഴ്ച ആയിരിക്കും പിക്കപ്പ് വരുന്നത്. സീൻ കോൺട്രയാണ്. എന്തായാലും നമുക്ക് നോക്കാം. മാക്സിമം നമുക്ക് ശ്രമിക്കാം. എന്താണ് പറ്റുന്നതെന്ന് നോക്കാം. അവർ ലോഡ് ഓഫർ എന്തായാലും അയച്ചു തരട്ടെ. എന്തായാലും ആ സമയം കൊണ്ട് എന്തായാലും നമുക്ക് ആ സമയം കൊണ്ട് ട്രെയിലർ ഒന്ന് ഹുക്ക് ചെയ്ത് വൃത്തിയാക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. നമ്മൾ ട്രെയിലർ കൊണ്ടായി ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ ലോഡ് കൊണ്ടായി ഡ്രോപ്പ് ചെയ്ത് പുതിയ ഒരു MT ട്രെയിലർ എടുത്തുകൊണ്ട് നമ്മളിങ്ങ് പോന്നു. അപ്പം ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ഓഫർ കിട്ടി. അത് നമ്മൾ വിസ്കോൺസിനിൽ നിന്നാണ് പിക്കപ്പ് വരുന്നത്. പക്ഷേ അത് തിങ്കളാഴ്ചയാണ് പിക്കപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ആയതേ ഉള്ളൂ. ശനിയുണ്ട്, ഞായറുണ്ട്. അപ്പോൾ നാളെ ഒരു ഷിഫ്റ്റ് ഓടിയിട്ട് എവിടെയെങ്കിലും കടന്ന് റീസെറ്റ് എടുത്തിട്ട് തിങ്കളാഴ്ച പോയി ലോഡ് എടുക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നായിരുന്നു. അപ്പം അധികം ഈ പ്രാവശ്യം ഞാൻ ഫുഡ് കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന ഫുഡൊക്കെ തീർന്നു. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം 2-3 ദിവസം കൂടെ നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ തൽക്കാലത്തേന് കുറച്ച് ഫുഡ് മേടിച്ചു. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ കടയിൽ നിന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തു. ഒരു 1-2 ദിവസത്തേനോ. കാരണം നമ്മൾ നാളെ ഓടിക്കുമായിരിക്കും. മറ്റന്നാൾ ഫുള്ള് നമ്മൾ ചുമ്മാ ഇരിക്കുമായിരിക്കും. പിന്നെ തിങ്കളാഴ്ച എനിക്ക് തോന്നുന്ന വീട്ടിലെത്തൂല, ചൊവ്വാഴ്ച ഇനി വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫുഡ് ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചു. കാരണം നമ്മളിപ്പോൾ കാനഡയിലായതുകൊണ്ട് ഇന്ത്യൻ ഫുഡ് കിട്ടും. ഇനിയിപ്പോൾ US കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടാനും പാടാണ്. പിന്നെ കിട്ടുന്നതിന് നല്ല പൈസയും കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്കിപ്പിലല്ല ഊബറിൽ ഓർഡർ ചെയ്തിട്ട് റൊട്ടിയും കറിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് 2-3 ദിവസം അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം.